ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾക്കൊരു ഒരു പല പല ഫ്രൂട്ട്സിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ്. ഫ്രൂട്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ പച്ചയാണ്, ഫ്രൂട്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ ചെറി എന്നാണ് പറയുന്നത്. ചെറി നമ്മുടെ നാട്ടിലുള്ള മറ്റേ ചെറിയല്ല, ഇതൊരു വേറൊരു ചെറി. ഇത് ഞാൻ പഴുക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് എൻ്റെ ചാനലിടുന്നതാണ് ഞാൻ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ചെറി. ഇതിപ്പം നമുക്കിവിടെ കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, ഇതൊന്നും കായ്ച്ചിട്ടില്ലായിരുന്നു. എല്ലാ വർഷവും കായ്ക്കില്ല, ചിലപ്പം അടുത്ത വർഷം കുറവായിരിക്കും, ചിലപ്പോൾ അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതലായിരിക്കും കായ്ക്കുന്നത് ഈ മരത്തിൽ. അതിനൊരു ഇതില്ല എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ മഴയും മഞ്ഞും ഒക്കെ ഒരുപാട്, ഐസൊക്കെ വീഴില്ലേ ഇവിടെ, അതൊക്കെ ഒരുപാട് വീഴുവാണെങ്കിൽ ഐസൊക്കെ ഉരുകി ഇതിന് വെള്ളം ഒരുപാട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് വെള്ളം കിട്ടുന്ന സമയത്ത് ഇത് നന്നായിട്ട് കായ്ക്കും. കണ്ടോ, ഇതിപ്പം ഈ വർഷം അത്യാവശ്യം നന്നായിട്ടും ഐസും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറി എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള ചെറി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഇതല്ലേ, ഒരു കറയൊക്കെ ഉള്ള ഒരു മുള്ളൊക്കെ ഉള്ള ചെടിയുണ്ടല്ലോ, അതല്ല അത്. പക്ഷേ ഞാനും അതാണ് ചെറി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ചെറിയാണ്. കണ്ടോ ഒരു എടുത്തതിന് എത്ര ചെറിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ ഇത് കഴിക്കാം കേട്ടോ. ഇതിപ്പം പച്ച ആയതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. നമ്മുടെ ഇവിടെ ഉള്ളവർക്കെല്ലാം ഇത് നല്ല ഇതാകുമ്പോൾ, കഴിക്കാറാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം കഴിക്കും. ഇത് കഴിഞ്ഞ വർഷം ആപ്പിളും സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ആപ്പിളുണ്ട്, ബദാമുണ്ട്, പിന്നെ നമ്മുടെ അക്രൂട്ട് എന്ന് പറയില്ല, അക്രൂട്ട്, വാൾനട്ട്സ് ഇല്ലേ, വാൾനട്ട്സ് ഉണ്ട്, പിന്നെ പ്ലം ഫ്രൂട്ട്സ് ഉണ്ട്, സബർജല്ലി ഇല്ലേ, സബർജല്ലി അതേപോലത്തെ വേറെ ഒരു ഫ്രൂട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിതൊക്കെ കഴിക്കാം. ആരും വീട്ടിൽ അത്യാവശ്യം ഇതിൻ്റെ ഈ സമയങ്ങളിലൊക്കെ നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. ഞാനും കഴിഞ്ഞ വർഷം കുറേയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയൊക്കെ ഇവിടെ വീണ്, നമ്മളിപ്പം എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ, ഒരാൾ കഴിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പം ആദ്യമൊക്കെ ഒരു കൗതുകത്തിൽ എല്ലാവരും കഴിക്കും. ഞാനിവിടെ വന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ആപ്പിൾ കാണുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പച്ച ആപ്പിളൊക്കെ എടുത്ത് തിന്നും, കാരണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ അടുത്തുള്ള ക്രേസ് അങ്ങ് കുറഞ്ഞു. അതായത് വിളഞ്ഞതിന് ശേഷമേ കഴിക്കുകയുള്ളൂ. പച്ച ആപ്പിളൊക്കെ കഴിച്ചാൽ എന്തോ ജലദോഷവും ഈ തുമ്മലൊക്കെ വരും, അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെന്ന്, അങ്ങനെ എന്തൊക്കെയോ ഇവർ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ കഴിച്ചിട്ടില്ല. അത് നന്നായിട്ട് പാകമായതിനു ശേഷം മാത്രമാണ് ഞാൻ കഴിച്ചത്. പച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അതുപോലെ ഈ വർഷവും ഇനിയിപ്പോൾ ആപ്പിളുകളെല്ലാം കായ്ച്ചിട്ടുണ്ട്. ആപ്പിൾ മരങ്ങളൊക്കെ മാക്സിമം കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1.5 മാസം 2 മാസത്തിനകത്തൊക്കെ കഴിക്കുന്ന പാകത്തിലാവും. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ഞാൻ. ഓക്കെ, ബൈ.